ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞുവോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞുവോ, നിത്യജീവിതം നമുക്കു ലഭ്യമാ. ആത്മനായകന്റെ രാജ്യമെത്രയോ മോഹനമതെന്നു കാണുമേഴ ഞാൻ. ആത്മനായകന്റെ രാജ്യമെത്രയോ മോഹനമതെന്നു കാണുമേഴ ഞാൻ. യാത്രയെന്നു തീരുമോ ധരിത്രിയിൽ, അന്ത്യനാളിതെത്ര ദൂരമാകുമോ. യേശുവാണെനിക്കു ഭൂവിലാശ്രയം, ഭാഗ്യശാലിയാണു ഞാൻ ധരിത്രിയിൽ. യേശുവാണെനിക്കു ഭൂവിലാശ്രയം, ഭാഗ്യശാലിയാണു ഞാൻ ധരിത്രിയിൽ. അന്യനായൊരിക്കലായിരുന്നു ഞാൻ, ഇവൻ കൃപയിനോഹരിക്കു യോഗ്യനാ. അന്യനായൊരിക്കലായിരുന്നു ഞാൻ, ഇവൻ കൃപയിനോഹരിക്കു യോഗ്യനാ. യാത്രയെന്നു തീരുമോ ധരിത്രിയിൽ, അന്ത്യനാളിതെത്ര ദൂരമാകുമോ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സഭയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ മക്കളെയും ഞാൻ നോക്കിക്കൊള്ളാം, നിന്റെ തലമുറയെ ഞാൻ കരുതിക്കൊള്ളാം. മക്കളെ ഓർത്ത് ആവലാതിപ്പെടുന്നവരുണ്ട്, തലമുറകളെ ഓർത്ത് നെടുവീർപ്പെടുന്നവരുണ്ട്, നാളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരുണ്ട്, ഭാവികാലമോർത്ത് ദുഃഖിക്കുന്നവരുണ്ട്, നാളെ എന്ത് എന്നോർത്ത് ഭാരസങ്കുലമായ ഹൃദയത്തോടുകൂടി കേഴുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും കരുണയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് ലഭിക്കുമ്പോൾ ഭയപ്പാടുകൾ മാറുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചത് നാം ചിന്തിച്ചല്ലോ. ദാവീദ് എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയം മാറ്റുന്ന ദൈവം. എന്താണ് പ്രിയരെ ഭയത്തിന് കാരണം? ഭയത്തിൻ്റെ കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ ആദിമ മനുഷ്യൻ സൃഷ്ടാവോട് പറയുന്നൊരു വാക്യം കേൾക്കാം. 3-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. സൃഷ്ടാവായ ദൈവത്തോട് സൃഷ്ടിയായ മനുഷ്യൻ പറയുന്നു, ഞാൻ ഭയപ്പെട്ടു, ഞാൻ ഒളിച്ചു. എന്താണ് ഭയപ്പാടിന് കാരണം? ഞാൻ ഭയപ്പെട്ടു, ഞാൻ ഒളിച്ചു.
ദൈവം തമ്പുരാൻ ചോദിച്ചു, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ചോദിച്ചു. നീ കൽപ്പന ലംഘിച്ചുവോ? നീ വചനത്തോട് മറുതലിച്ചുവോ? നീ വചനം ലംഘിച്ചുവോ? നിൻ്റെ ജീവിതത്തിൽ കൽപ്പന നീ ലംഘിച്ചുവോ? നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിൻ്റെ ഭയപ്പാടിന് കാരണം പാപം വന്നതാണ്. ഭയത്തിന് കാരണം പാപമാണ്. ഭയത്തിൻ്റെ ഉത്തരവാദി പാപത്തിൻ്റെ അവകാശിയായ പിശാചാണ്. സാത്താന് നിന്നിൽ ഇടം കിട്ടി. ഏദൻ തോട്ടത്തിലേക്ക് ഇഴഞ്ഞു കയറി വന്ന ദുഷ്ടനായ പൈശാചികൻ മനുഷ്യനെ വഞ്ചിച്ചു, മനുഷ്യനെ ചതിച്ചു, അവനെ ദൈവവചനത്തിനെതിരായി നിൽക്കുവാൻ പ്രേരിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിനെതിരായ ചിന്ത കൊണ്ടുവരുന്നത് പിശാചാണ്. ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കുവാൻ താല്പര്യം വരുത്തുന്നത് പിശാചാണ്. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ആലോചനകൾ നൽകുന്നത് പൈശാചികനാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്താൽ ഭയം വരും. ഞാൻ വായിച്ചു ദ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നൊരു പുസ്തകം. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, അത് വളരെ വിശ്രുതമായ ഒരു മനോഹരമായ നോവലാണ്. ഡോസ്റ്റോവ്സ്കി എഴുതിയ ഒരു പ്രസിദ്ധമായ നോവലാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. മലയാളത്തിലുണ്ട് കുറ്റവും ശിക്ഷയും. വളരെ ശ്രദ്ധേയമായ ഒരു സംഭവ കഥയാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു കഥാപാത്രമുണ്ട്, അവൻ്റെ പേര് റസ്കോൾനിക്കോഫ് എന്നാണ്. റസ്കോൾനിക്കോഫ് മലയാള മനോരമയുടെ പ്രത്യേകമായ ഒരു പതിപ്പിൽ അതിൽ ഞാൻ ഈ റസ്കോൾനിക്കോഫിനെ കുറിച്ച് മലയാള സാഹിത്യത്തിൽ സുപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ ചില വാക്കുകൾ പറഞ്ഞത് ഞാൻ ആ പുസ്തകം പണ്ട് വായിച്ചിരുന്നത് കൊണ്ട് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. റസ്കോൾനിക്കോഫ് ഒരു വലിയ പാപം ചെയ്തവനാണ്. വലിയൊരകൃത്യം ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മഹാഘോരകൃത്യം ചെയ്തു. അവനെ പിടിച്ചു, അവനെ ജയിലിലടച്ചു. ജയിലിനകത്ത് അവൻ ഏകാഗിയായ ആ ഒരു സെല്ലിൽ കിടക്കുകയാണ്, ഒരു മുറിയിൽ കിടക്കുകയാണ്. ഇരുമ്പഴിയുണ്ട്, പുറത്ത് കിടക്കാൻ ഒരു മാർഗവുമില്ലല്ലോ. അവൻ ആ ഇരുമ്പഴിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി നിൽക്കും. ഇരുമ്പഴിയിൽ പിടിച്ചുകൊണ്ട് വെളിയിലോട്ട് നോക്കി നിൽക്കും. ആളുകൾ നടക്കുന്നത് കാണാം. ആ ജയിലിൽ തന്നെയുള്ള ജയിൽ വാർഡന്മാർ സഞ്ചരിക്കുന്നത് കാണാം. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് മാത്രം സ്വാതന്ത്ര്യമില്ല. എല്ലാവരും സ്വച്ഛന്തം സഞ്ചരിക്കുന്നു, എല്ലാവരും മിണ്ടുന്നു, ചിലർ കൂട്ടുകൂടി നടക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ വർത്തമാനം പറയുന്നു. എനിക്ക് മാത്രം ആരുമില്ല. ഞാനിതാ ഒറ്റപ്പെട്ടവനായി ഈ ജയിലിൽ കിടക്കുന്നു, ഞാനിതാ ഏകാഗിയായി ഈ ജയിലിൽ കിടക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? അവനിങ്ങനെ വിഷാദ വിവശനായി ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ദുഃഖിതനാണ് അവൻ. കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് നിൽക്കും, എന്തൊക്കെയോ ഓർക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവനൊന്ന് അലറിക്കരയും. ഉച്ചത്തിൽ മുറവിളിച്ചുകൊണ്ട് അവൻ ആ ജയിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. കുറേ നേരം ഇങ്ങനെ ഓടും, കഥയ്ക്കും. വീണ്ടും അവൻ വന്ന് ഈ ജയിലഴിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കും, ഇരുമ്പഴിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. അന്നേരവും എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കും. ചിലപ്പോൾ പിറുപിറുക്കും, ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടും, ചിലപ്പോൾ എന്തോ വലിയ ഭയം ബാധിച്ചതുപോലെ അവൻ എന്തെല്ലാമോ ആക്രോശിക്കും. ഇത് കഴിഞ്ഞ് അവൻ പിന്നെയും ആരോ അവനെ പിടികൂടാൻ വരുന്നു എന്നുള്ള ധാരണയുള്ളത് കൊണ്ടുപോലെ അവനിതാ ഓട്ടം തുടങ്ങും. പിടികൊടുക്കാതെ ഓടുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. അവൻ ഓടുകയാണ്. ആരോ പിന്നാലെ വന്ന് പിടികൂടുന്നു, അവൻ ഓടുന്നു. റസ്കോൾനിക്കോഫ്. പല മനുഷ്യരും ഇതുപോലെ ഭയചകിതരാണ്. ഒരിക്കൽ വന്നുപോയ പാപം അവരെ ഇതുപോലെ പിന്നാലെ വന്ന് അവരെ ഭയപ്പെടുത്തുന്നു. പാപം ഭയപ്പെടുത്തുന്നു, പാപം ഭീഷണിപ്പെടുത്തുന്നു. തെറ്റുകൾ പിന്നാലെ വന്ന് നമ്മെ വലയം ചെയ്യത്തക്കവണ്ണം, തെറ്റുകൾ നമ്മെ അനുധാവനം ചെയ്യത്തക്കവണ്ണം, തെറ്റുകൾ നമ്മെ ആക്രമിക്കത്തക്കവണ്ണം മനസ്സിൻ്റെ ശാന്തതയും മനസ്സിൻ്റെ സമനിലയും തെറ്റിയിട്ട് മനസ്സിൻ്റെ സമാധാനം ക്ഷയിച്ചിട്ട് അനേകരിന്ന് നിരാശാഭരിതമായ ജീവിതം നയിക്കുന്നു. സഹോദരങ്ങളെ, പാപം ജീവിതത്തിൽ വന്നാൽ ഭയം വരും. പാപത്തിൻ്റെ കൂടെ വരുന്ന പാപത്തിൻ്റെ കൂട്ടുകാരനാണ് ഭയം. ഓർക്കൂ, പാപം മാറിയാൽ ഭയം മാറും. പാപം മാറിയാൽ ഭയം മാറും. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. പാപം നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങളെ ഏതോ ഒരു അസ്വസ്ഥത അലട്ടിയില്ലേ? പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ സുഖമാണെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്, പക്ഷേ നിങ്ങൾക്ക് അസ്വസ്ഥത വന്നില്ലേ? പാപം നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ തെല്ല് നേരത്തെ രസം, ക്ഷണികമായ സുഖം, നൈമിഷികമായ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിൽ
വലിയ സന്തോഷമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിങ്ങൾക്ക് തൃപ്തി വന്നുവോ? ഉണ്ടോ? നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടായോ? ഇല്ല, നിങ്ങൾക്ക് തൃപ്തി ഉണ്ടായില്ല. നിങ്ങൾക്ക് സമാധാനം കിട്ടിയില്ല. പിന്നെയും പിന്നെയും പാപത്തിലേക്ക് നിങ്ങൾ വഴുതി വീണുകൊണ്ടിരുന്നു. വേണ്ടായി നിങ്ങളുടെ ഉപബോധ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ അന്ധക്കരണം നിങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. മനസ്സാക്ഷി നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് താക്കീത് തന്നുകൊണ്ടിരുന്നു, വേണ്ട വേണ്ട. പക്ഷേ പിന്നെയും നിങ്ങൾ പാപത്തിനിടം കൊടുത്തു. പൈശാചികൻ്റെ ആലോചനയ്ക്ക്, ദുരാലോചനയ്ക്ക് വഴിപ്പെട്ടു. ഫലമോ ദൂഷിത ഫലം നിങ്ങളെ പിന്തുടർന്നു. ഭയം നിങ്ങളെ ആക്രമിച്ച് കീഴടക്കി. ഭയം. ദാവീദ് പറഞ്ഞത് എന്താണ്? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയം മാറിയത് എന്തുകൊണ്ടാണ്? റൈച്ചസ്നെസ് ലഭിച്ചത് കൊണ്ടാണ്. പാപം മാറിയത് കൊണ്ടാണ്. പാപം കർത്താവ് ക്ഷമിച്ചത് കൊടുത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം ഒരു കാര്യം അറിയിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പാപം മാറിയാലുള്ള സുഖം അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ വന്നുപോയ പാപങ്ങളെല്ലാം കരുണയുള്ള കർത്താവിൻ്റെ ചുടുചോരയാൽ ക്ഷമിച്ചു തന്നു, കഴുകി തന്നു എന്നൊരു ബോധ്യം കിട്ടിയാൽ ഉള്ള സൗഭാഗ്യം വർണ്ണനാതീതമാണ്. ഏത് ഘോരപാപവും ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി, ഗോകുൽത്തായിലെ നിസ്തുല സ്നേഹം, പാപിയെ വിശുദ്ധനാക്കുന്ന നിഷ്കളങ്ക സ്നേഹം, ഒരു തെറ്റും ഓർക്കാതെ എല്ലാം മറന്നു തരുന്ന സ്നേഹം, എല്ലാം പുറത്തു തരുന്ന സ്നേഹം, എല്ലാം മറച്ചു തരുന്ന സ്നേഹം, കഴിഞ്ഞ കാലങ്ങളെല്ലാം മായിച്ചു തരുന്ന സ്നേഹം. ഈ അത്ഭുത സ്നേഹമല്ലേ പ്രിയരെ നമ്മെ ഇന്ന് പിന്തുടരുന്നത്? ആ സ്നേഹമല്ലേ നമ്മുടെ ഹൃദയവാതിക്കലൊന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്? ആ ഗോകുൽത്തായിലെ സ്നേഹമല്ലേ ആ മുറിഞ്ഞ കരം നമ്മുടെ ചങ്കിൽ മുട്ടിക്കൊണ്ട് ആ തൃക്കരത്തിൽ നിന്ന് ആ തിരുരക്തം നമ്മുടെ ചങ്കിലേക്ക് വന്ന് പതിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ സ്നേഹിതരെ നിങ്ങൾക്കിത് അനുഭവിക്കാം. പാപം മാറുന്ന സൗഖ്യം, പാപം മാറുന്ന സുഖം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിതത്തിൽ കർത്താവായ യേശു വരുമ്പോഴുള്ളതായ സുഖം, നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോഴുള്ള സുഖം. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല, ആരോടും പിണക്കമില്ല, ആരോടും ഈർഷ്യയില്ല, ആരോടും മുഷിച്ചിലില്ല. എല്ലാവരോടും സഹതാപം മാത്രം, എല്ലാവരോടും വാത്സല്യം മാത്രം. നമ്മുടെ അഭിപ്രായത്തിനെതിരായവരോട് പോലും നമ്മുടെ ഹൃദയത്തിൽ ബഹുമാനം മാത്രം. നമ്മുടെ എതിരാളികളോട്, നമ്മെ ഉപദ്രവിക്കുന്നവരോട്, നമ്മെ തെറ്റിദ്ധരിക്കുന്നവരോട് അവരോട് പോലും പരാതിയില്ല, അവരോട് പോലും ഒരു പ്രയാസമില്ല. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം, ഗോകുൽത്തായിൽ കാണിച്ചു തന്നതായ സ്നേഹം, ഗോകുൽത്തായിലെ കുരിശിൽ വെളിപ്പെടുത്തിയ സ്നേഹം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സ്നേഹത്തിൻ്റെ പ്രവാചകനാകാൻ കൊതിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രഘോഷകനാകാൻ ഞാൻ കൊതിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രചാരകനാകാൻ ഞാൻ കൊതിക്കുന്നു. ആ സ്നേഹത്തെ ഒന്ന് പ്രഖ്യാപിക്കാൻ എൻ്റെ ജീവിതം ഞാൻ അടിയറ വയ്ക്കുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്നേഹം വല്ലതും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ സ്നേഹം ഒരു മാറ്റം തരുന്നുണ്ടോ? ഗോകുൽത്തായിലെ സ്നേഹം നിങ്ങളെ തലോടുന്നതായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ സ്നേഹത്തിൻ്റെ മധുരിമ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? ആ സ്നേഹത്തിൻ്റെ വാത്സല്യം നിങ്ങൾ രുചിച്ചിട്ടുണ്ടോ? യഹോവ നല്ലവെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എൻ്റെ സ്നേഹിതരെ, ദൈവം നല്ലവനാണ്. ഈ നല്ലവനായ ദൈവം കഴുകിയാൽ കഴുകിയതാണ്. മനുഷ്യർ പാവം പറഞ്ഞ് നീ ഇന്നത് ചെയ്തവനല്ലേ, നീ ഇങ്ങനെ പോയവനല്ലേ, നീ ഇങ്ങനെ ജീവിച്ചവളല്ലേ, പലതും നമ്മിൽ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ഇവിടെ തമ്പുരാൻ നമ്മുടെ കുറ്റം മായ്ച്ചു കളഞ്ഞാൽ പിന്നെ ആരും നമ്മെ കുറ്റപ്പെടുത്തും? ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡിക നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോൾ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന്
ഞാൻ ഉറച്ചിരിക്കുന്നു. പാപം ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിനോടുള്ള സ്നേഹം, പാപം പുറത്തു തരുന്ന ക്രിസ്തുവിനോടുള്ള സ്നേഹം, പാപം അയച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോഴുള്ള സൗഭാഗ്യ സമ്പത്തിൻ്റെ മഹോന്നതമായ സ്നേഹം, എല്ലാം കഴുകിത്തരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. മകനേ, നിന്റെ ജീവിതത്തിൽ അരുതായികകൾ സംഭവിച്ചു, എന്നാൽ ക്രിസ്തു അതെല്ലാം കഴുകി തരികയാണ്. പ്രിയ ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വേണ്ട വേണ്ട എന്ന് നീ വിചാരിച്ചത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുണയോടെ നിന്നെ കാണുകയും വാത്സല്യപൂർവ്വം നിന്നെ സമീപിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ തിരക്തം പുരണ്ട കരം നിന്റെ ശിരസിൽ വെച്ചുകൊണ്ട് എല്ലാം ക്ഷമിച്ചു തരികയാണ്, എല്ലാം പുറത്തു തരികയാണ്. ദൈവവൈതലേ, നീ വിശ്വസിക്കൂ. ആശ്വാസദായകനല്ലയോ ക്രിസ്തു, മനസ്സലിയുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്നവനല്ലയോ ക്രിസ്തു. അരുതായികളുടെ കാലങ്ങളെ ദൈവം ഓർക്കുന്നില്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ മാനസാന്തരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ നശിക്കേണ്ടി വരികയില്ല. ദൈവം കൽപ്പിക്കുന്നു. ദൈവം ദുഷ്ടനോട് പറയുന്നു, നീ മരിക്കുന്നത് എന്തിന്? നീ നിന്റെ അകൃത്യത്തിൽ മരിക്കുന്നത് എന്തിന്? ഇതാ, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വെച്ചുവല്ലോ. മകളെ, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വെടിഞ്ഞുവല്ലോ. നിനക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം കാണിച്ചു തന്നല്ലോ. ദൈവവൈതലേ, സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇപ്പോൾ തന്നെ നിന്നോട് പറയുന്നത്, നിന്റെ പാപം ക്ഷമിച്ചു കിട്ടുവാൻ കുരിശിൻ ചുവട്ടിൽ നീ താഴ്ടിയായി നിന്നെ തന്നെ സമർപ്പിക്കുവീൻ. കുരിശിൻ ചുവട്ടിൽ നീ സാഷ്ടാംഗം പ്രണമിക്കുവീൻ. കുരിശ് എന്ന് പറയുന്നത് ഒരു സമൂർത്തമായ ഒരു രൂപമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ക്രൂശിലെ നിസ്തുല സ്നേഹമാണ്. ക്രൂശിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയ സ്നേഹമാണ്. കുരിശിൽ തന്നെ രചിച്ചതായ ഗോകുൽത്തായിലെ നിത്യോന്നത സ്നേഹമാണ്. കുരിശിൽ തന്നെ തന്നെ ജീവനർപ്പിക്കുവാൻ, തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായ നിസ്തുല സ്നേഹമാണ്, അതുല്യ സ്നേഹമാണ്. ഓ, സ്വർഗീയ സ്നേഹമാണ്, നിത്യ സ്നേഹമാണ്, ഔദാര്യ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പറയുമ്പോൾ വാചാലനാകും പ്രവാചകൻ വാചാലത്വമാണെന്ന് പറയുന്ന വാക്കുകൾ കേൾക്കണമോ? നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ ദീർഘമാക്കിയിരിക്കുന്നു. യിരെമ്യാ 31-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വാളിന് തെറ്റിശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഓ, എന്തൊരു വാത്സല്യമാർന്ന ശബ്ദം! നിനക്ക് ഞാൻ ഇനി അഭിവൃദ്ധി തരുമെന്ന്, നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഓ, ദ പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നൃത്തം ചെയ്യുന്നവരെ പോലെ അവരുടെ നിരയിൽ നിന്ന് ആനന്ദ നൃത്തം ചെയ്യും. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ നീ കരയേറ്റുവാൻ യോഗ്യനായി തീരും. എന്തൊരു ഭാഗ്യം! നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പാടുവാനുള്ള ഹൃദയത്തിൻ്റെ അത്ഭുതകരമായ അനുഭൂതി വിശേഷം നിങ്ങൾക്ക് സ്വായത്തമാകും. പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതെന്നും മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഞങ്ങൾക്ക് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സ്വാരസ്യം നിങ്ങൾ അനുഭവമാക്കി നിങ്ങൾ സ്വന്തമായി സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാണെന്ന് പറയുക മാത്രമല്ല, അത് അനുഭവിക്കാൻ തുടങ്ങും. സ്നേഹിതരെ, ക്രിസ്തീയ ജീവിതം അത് ചേലോടെ തപ്പെടുത്തുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യുന്ന ജീവിതമാണ്. എപ്പോഴാണ് ആനന്ദ നൃത്തം? ഭയം മാറുന്നത് എപ്പോഴാണ്? പാപം മാറുമ്പോൾ. സ്നേഹിതരെ, പാപം മാറണം. ദാവീദിന് പാപം മാറിയപ്പോൾ പറയുകയാണ്, ഇനി എൻ്റെ മോൻ വന്ന് എന്നെ കൊന്നാലും കുഴപ്പമില്ല, മോൻ്റെ സൈന്യം വന്ന് എന്നെ പിടികൂടിയാലും കുഴപ്പമില്ല, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും എനിക്ക് പേടിയില്ല, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തോ ഒരു ധൈര്യം, എന്തോ ഒരു പ്രത്യാശ. ഹോശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? പ്രവാചകൻ പറയുന്നു 14-ാം അധ്യായം, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിനക്ക് ഭയം വരുന്നതിന് കാരണം അകൃത്യമാണ്,
പാപമാണ് നീ ഇതിൻ്റെ വീഴ്ചയ്ക്ക് കാരണം. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ അകൃത്യം ക്ഷമിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഹോശയ്യ പിന്നെ തുടർന്ന് പറയുകയാണ്, 4-ാം വാക്യം മുതൽ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. നിത്യസ്നേഹം, ഔദാര്യമായ സ്നേഹം, ഉദാര സ്നേഹം, സ്വർഗീയ സ്നേഹം, ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഒന്ന് നിത്യസ്നേഹം. യിരെമ്യാവ് പറയുമ്പോൾ നിത്യസ്നേഹം, ഹോശയ്യ പറയുമ്പോൾ ഔദാര്യ സ്നേഹം. ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ മരം പോലെ വേരൂന്നും. ലെബാനോൻ മരം പോലെ വേരൂന്നും. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേതുപോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും. എന്താണ് കാരണം? പാപം മാറി. ഇനിയും തളിർക്കാം, ഇനിയും ഫലം കായ്ക്കാം, ഇനിയും നല്ല നല്ല മധുരഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, സന്തോഷകാലങ്ങൾ പ്രാപിക്കാം, ആനന്ദ നൃത്തം തുടങ്ങാം. എന്തുകൊണ്ട്? പാപം മാറി. ഒരു പേടിയുമില്ല, ഒരു ഭയപ്പാടുമില്ല. ഹോശയ്യ പ്രവാചകൻ ധൈര്യത്തോടെ പറയുകയാണ്, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക. അനുതാപ വാക്യങ്ങളോടുകൂടെ, പ്രാർത്ഥനാനിരതമായ ശബ്ദത്തോടുകൂടെ ദൈവത്തോട് അനുതാപത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ വരിക. ദൈവത്തോട് പശ്ചാത്താപത്തോടെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് വരിക. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക. സ്നേഹിതരെ, നിങ്ങൾക്ക് അനുദപിക്കാൻ വിഷയങ്ങളില്ലയോ? നിങ്ങൾക്ക് ദൈവസന്നിധിയിലിരുന്ന് കരയുവാൻ കാര്യങ്ങളില്ലയോ? എത്രയെത്ര പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയി, ഏതെല്ലാം അരുതായികകൾ സംഭവിച്ചു പോയി. വാക്കിൽ പാപം, പ്രവൃത്തിയിൽ പാപം, ചിന്തയിൽ പാപം, മനോഭാവത്തിൽ പാപം, പ്രകൃതിയിൽ പാപം, സ്വഭാവത്തിൽ പാപം, പ്രിയപ്പെട്ടവരെ പെരുമാറ്റത്തിൽ പാപം, ഇടപാടുകളിൽ പാപം. ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ തല ലജ്ജ കൊണ്ട് കുനിയും. ദൈവത്തിന് സ്തോത്രം. പിന്നെ തല വെക്കാൻ ഒക്കുകയില്ല. അപ്പോഴാണ് സ്തുതി തുടങ്ങുന്നത്. കർത്താവേ, തല താഴ്ത്തിക്കൊണ്ട് സ്തുതിക്കുകയാണ്. കർത്താവേ, തല വെക്കാൻ സ്വന്തമായി യോഗ്യതയില്ല. നിന്നെ ആ പൊന്നു കരം കൊണ്ട് എൻ്റെ താടിയിൽ പിടിച്ച് നിന്നെ തലപൊക്കി തന്നാൽ മതി. എനിക്ക് സ്വന്തമായി തല നിവർത്താനുള്ള യോഗ്യതയില്ല. എനിക്ക് സ്വന്തമായി അഭിമാനിക്കാൻ ഒന്നുമില്ല കർത്താവേ. പാരമ്പര്യത്തിന് മേന്മ പറയാനില്ല. വിശുദ്ധന്മാരുടെ പാരമ്പര്യമൊന്നും എനിക്കില്ല കർത്താവേ. എൻ്റെ പൂർവികന്മാർ ഒന്നും സത്യം അറിഞ്ഞവരൊന്നും അല്ല കർത്താവേ. അവർ ചില ചടങ്ങുകൾ ആചരിച്ചു, പള്ളിയിൽ പോയി നമസ്കാരം ചൊല്ലി, കർത്താവെ നോമ്പ് നോക്കി ചില ചടങ്ങുകളൊക്കെ ആചരിച്ചു എന്നുള്ളതല്ലാതെ ആത്മീയം എന്താണെന്നോ സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ ഒന്നും ചിന്തിച്ചില്ല. വഴക്കും പിണക്കവും ഇഷ്ടക്കേടും മുഷിച്ചിലും എല്ലാം ഉണ്ട്. അവരും ജീവിക്കാൻ വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. കർത്താവെ, എനിക്ക് വിശുദ്ധിയുടെ പാരമ്പര്യമൊന്നും പറയാനില്ല. എനിക്ക് ആകെ പറയാനുള്ളത് പാപത്തിൻ്റെ ഒരു കെട്ട് പാണക്കെട്ടുകളും കൊണ്ടുവന്ന് നിന്നോട് അനുതാപ വാക്കുകളാണ്. വേറൊന്നും പറയാനില്ല കർത്താവെ. അഭിമാനകരമായി ഒന്നും പറയാനില്ല. എന്നാൽ തിരുമുൻപാകെ വരുമ്പോൾ ഞാൻ ആ പരീശനെ പോലെ അല്ല കർത്താവെ, ചുങ്കക്കാരനെ പോലെ ഞാൻ വരികയാണ്. കാരണം കർത്താവെ, പരീശനെ പോലെ പറയാനൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുവെന്നോ, നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നുവെന്നോ, കർത്താവെ ഇതാ 2 വട്ടം ഉപവാസം എടുക്കുന്നുണ്ട്, നേടുന്നതിലൊക്കെ ഈ ഒരു ഭാഗം ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവാലയത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഒന്നും പറയാൻ എനിക്കില്ല കർത്താവെ. എൻ്റെ ദൈവമേ, ഞാൻ മദ്യപന്മാരെ പോലെയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ചുങ്കാരനെ പോലെയോ ഞാൻ അല്ല എന്നും ആരെയും താരതമ്യപ്പെടുത്തി പറയാനുള്ള യോഗ്യതയും എൻ്റെ പക്കലില്ല. എനിക്ക് ആകെ ആ ചുങ്കക്കാരനെ പോലെ ഒന്ന് പറയാനുണ്ട്. ദൈവമേ, പാവിയായ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കർത്താവിനോട് ഒരു വാക്ക് പറയുക. കർത്താവേ, എൻ്റെ ഭയം മാറ്റാൻ എൻ്റെ പാപം മാറ്റണമേ. എൻ്റെ പേടി മാറ്റാൻ എൻ്റെ പാപം മാറ്റണമേ. എൻ്റെ സ്വഭാവം മാറ്റണമേ. എൻ്റെ പ്രകൃതം മാറ്റണമേ. എൻ്റെ പ്രകൃതി മാറ്റണമേ. എൻ്റെ നേച്ചർ മാറ്റണമേ. എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണമേ. എൻ്റെ മനോഭാവം മാറ്റണമേ. എൻ്റെ ആക്ഷൻസ് മാറ്റണമേ. എൻ്റെ റിയാക്ഷൻസ് മാറ്റണമേ. ദൈവമേ, എൻ്റെ പാപ സ്വഭാവങ്ങൾ മാറ്റണമേ. എൻ്റെ കോപ പ്രകൃതികൾ മാറ്റണമേ. എൻ്റെ വാശിയും പിണക്കവും മാറ്റണമേ. എൻ്റെ അശുദ്ധിയും ദുർനടപ്പും മാറ്റണമേ. എൻ്റെ ദുശ്ശീലങ്ങളും മദ്യപാനശീലങ്ങളും മാറ്റണമേ. നാഥാ, എൻ്റെ ജീവിതം ഗോകുൽത്തായിൽ യേശുക്രിസ്തു കാണിച്ചു തന്ന മഹോന്നതമായ സ്നേഹത്തിൻ്റെ മധുരോദാരമായ ദൃഷ്ടാന്തമാക്കി തരുവാൻ ഇതാ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. എന്നെ നീ രൂപപ്പെടുത്തണമേ. എന്നെ നീ മാറ്റണമേ. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നിൽ നിന്റെ കരം വയ്ക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ കഴുകണമേ. എന്നെ വെടിപ്പാക്കണമേ. തിരുരക്തത്തിൻ്റെ മുദ്ര, മാഞ്ഞു പോകാത്ത തിരുരക്തത്തിൻ്റെ മുദ്ര എൻ്റെ
മേൽ പതിപ്പിച്ച് എന്നെ വിശുദ്ധിയുള്ള ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ ദൈവജനമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്നേഹവാനേ, ഈ മധുര സമയത്തിനായി സ്തോത്രം. ആർദ്രതയുള്ള നിമിഷങ്ങൾക്കായി സ്തോത്രം. സ്നേഹത്തിന്റെ ഗീതികൾക്കായി സ്തോത്രം. അനുഗ്രഹത്തിന്റെ ഭാഷണത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ സന്ദേശത്തിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. കർത്താവേ, തിരുവചനം കൈക്കൊണ്ടവരെ എൻ്റെ നാഥ നിന്റെ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. എൻ്റെ ദൈവമേ, വചനം കൈക്കൊണ്ടവരെ രോഗസൗഖ്യമുള്ളവരാക്കി തീർക്കണമേ. ഭയപ്പാട് മാറ്റണമേ. ആശങ്കൾ അകറ്റണമേ. ഹൃദയത്തിൽ സത്യസമാധാനം നൽകണമേ. ജീവിതത്തിൽ സന്തോഷം നൽകണമേ. ആനന്ദത്തിന്റെ ആർപ്പുവിളി നൽകണമേ. സന്തോഷത്തിന്റെ സ്തുതിഗീതങ്ങൾ നൽകണമേ. അനുഗ്രഹത്തിന്റെ ഭാവി നൽകണമേ. യേശുവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് തിരുസന്നിധിയിലേക്ക് പറന്നെത്തുവാനുള്ള യോഗ്യത നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.